ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഡിസൈനർ ടച്ച്. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് പണം കണ്ടെത്തുന്നത് ഗവൺമെൻറ് തന്നെയാണെന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത്? നമ്മൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് അല്ലെങ്കിൽ നികുതി പണമാണ് ഒരു ഗവൺമെൻറ് അവരുടെ ആ നേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു രാജ്യത്തിന് നല്ല പുരോഗതി ഉണ്ടാക്കിയോട്ട് എന്ന് കരുതി നമ്മളാരും സ്വമേധയാ ഗവൺമെൻറ്റിലേക്ക് പൈസ അടയ്ക്കുന്നില്ല. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി ഓർ എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ ബൈ ദി പബ്ലിക് ടു ദി ഗവൺമെൻറ് റവന്യൂ എന്ന് വിശേഷിപ്പിക്കാം. രണ്ട് തരത്തിലുള്ള ടാക്സ് സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഡയറക്റ്റ് ടാക്സുമുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സുമുണ്ട്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ മേഖലയിൽ നേരിട്ട് ചുമത്തുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സും വെൽത്ത് ടാക്സും എല്ലാം ഡയറക്റ്റ് ടാക്സാണ്. എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു സേവനത്തിൻ്റെയോ മുകളിൽ ചുമത്തപ്പെടുന്ന നികുതിയെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ GSTയും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും ഒക്കെ ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ രണ്ട് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ഇൻകം ടാക്സ് ആരൊക്കെ അടയ്ക്കണം, ആരൊക്കെയാണ് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നത്, അതെങ്ങനെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും, 2020 ബജറ്റിൽ ഉണ്ടായ റിവിഷൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ആരൊക്കെയാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്, അതിൻ്റെ ഒരു ടേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം 3 കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്: നോൺ സീനിയർ സിറ്റിസൺ, സീനിയർ സിറ്റിസൺ ആൻഡ് വെരി സീനിയർ സിറ്റിസൺസ്. 250,000 റുപ്പീസ് വരെ ആരും തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. എന്നാൽ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് ഒരാളിൻ്റെ നെറ്റ് ഇൻകം എങ്കിൽ ആദ്യത്തെ 2 ഗ്രൂപ്പുകാർ 5% ടാക്സ് അടയ്ക്കണം. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ് വാർഷിക വരുമാനമെങ്കിൽ 3 ഗ്രൂപ്പും 20% ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എബൌട്ട് 10 lakhs ആണെങ്കിൽ 30% പ്ലസ് സർചാർജ് ആണ് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട, എന്നാൽ പക്ഷേ ഇത് ഫയൽ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. TDS നമ്മൾ എംപ്ലോയീസിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ TDS പിടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് എങ്കിലും അത് ഫയൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഇപ്പം ഡിഫറെൻ്റ് റേറ്റ് ഓഫ് ടാക്സ് അടങ്ങുന്ന ഒരു ടേബിൾ നിങ്ങൾ കണ്ടു. ഈ ടേബിൾ അനുസരിച്ച് 5 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യം ഗവൺമെന്റ് റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നെറ്റ് ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇൻകം കിട്ടുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ബാങ്കിൻ ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് സോഴ്സസിൽ നിന്നും നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം. ഈ ഇൻകം എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ഇൻകത്തെയാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും കുറെ ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. 50,000 രൂപ വരെയുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ഉണ്ട്. ഹോം ലോണിന് HRIക്ക് നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് ഡിഡക്ട് ചെയ്യാം, ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇതുപോലെ എഡ്യൂക്കേഷണൽ ലോൺ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ആ എമൗണ്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ഡിഡക്ട് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് കുറെ ഡിഡക്ഷൻസ് നമുക്ക് ഗവൺമെന്റ് അലൗ ചെയ്തിട്ടുണ്ട്. ഈ ഡിഡക്ഷൻസിന് ശേഷം കിട്ടുന്ന എമൗണ്ടിനെയാണ് നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഈ നെറ്റ് ടാക്സബിൾ ഇൻകം 5 lakhൽ താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഒരു 2 എക്സാമ്പിൾ കൂടെ നമുക്ക് ഈ ടാക്സിന്റെ കാൽക്കുലേഷൻ അറിയാം. ആദ്യത്തെ എക്സാമ്പിൾ, നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ നിങ്ങൾ ഡിഡക്ഷൻ നടത്തുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 3 lakh rupees ആയിരിക്കും.
ഇപ്പൊ 2.5 ലക്ഷത്തിന് മുകളിലാണ് 3,50,000 നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷെ ഗവൺമെന്റ് 12,500 രൂപ വരെ റിബേറ്റ് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ടാക്സ് ഈ ഒരു കേസിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 7 lakh rupees ആണ്. 1 lakh rupees നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മുടെ 5 ലക്ഷത്തിന്റെ പരിധിക്ക് മുകളിലേക്ക് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം പോയി. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ടിനെ നമ്മൾ ബേസ് ചെയ്യണം. അപ്പൊ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ആ എമൗണ്ടിന് 5% ടാക്സും 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിൽ വരുന്ന 1 ലക്ഷം രൂപയ്ക്ക് 20% ടാക്സും കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഒരു വർഷം 32,500 rupees ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഈ ഒരു 2 എക്സാമ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ടാക്സിന്റെ ഒരു കാൽക്കുലേഷൻ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 2020 ബജറ്റില് ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് പല റിവിഷൻസ് വരുത്തിയിട്ടുണ്ട്. 2 സ്ലാബ് സിസ്റ്റംസ് ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിലേറ്റവും നല്ല സ്ലാബ് സിസ്റ്റം ഏതാണ് എന്ന് നോക്കി നമുക്ക് അത് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ സ്ലാബ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ സ്ലാബ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന റേറ്റിന്റെ വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു സ്ലാബ് സിസ്റ്റത്തിലേക്ക് മാറാനായിട്ട് ഉള്ള തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ 2 സ്ലാബ് സിസ്റ്റംസ് നമ്മൾ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ രണ്ടാമത്തെ സ്ലാബാണ് നല്ലതെന്ന് തോന്നാം. കാരണം ടാക്സ് റേറ്റ് കുറവാണ്. പക്ഷെങ്കിൽ ഒരു പ്രത്യേക കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾക്കൊന്നും ഡിഡക്ഷൻസ് നടത്താൻ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ മാത്രമാണ് രണ്ടാമത്തെ സ്ലാബ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം സാധാരണ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ധാരാളം ഡിഡക്ഷൻസിന് ചാൻസ് ഉണ്ട്. HRA ഉണ്ടാവാം, അതുപോലെ തന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, അതുപോലെ എഡ്യൂക്കേഷണൽ ലോണ്, ഹോം ലോണുകൾ, ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ആദ്യ സ്ലാബിലാണ്. ഒരു ഡിഡക്ഷനും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്ലാബ് ഓപ്റ്റ് ചെയ്യാം. കാര്യം റേറ്റ് ഓഫ് ടാക്സ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഡിഡക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ഏത് സ്ലാബ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാനും അതുപോലെ തന്നെ സ്ലാബ് സമ്പ്രദായങ്ങൾ തിരഞ്ഞെടുക്കാനും. അങ്ങനെ ഒരു ടാക്സ് സിസ്റ്റത്തിലേക്ക് നമുക്ക് പോവുക. അപ്പോൾ ഇത് വ്യക്തമായൊരു ടാക്സ് പ്ലാനിങ് ഉണ്ടാകണം. ഈ വീഡിയോ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2018-19 ഒക്കെ വർഷങ്ങളിലെ ടാക്സ് അടയ്ക്കാനുള്ള ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31 ആ ഒരു സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ടാക്സ് പ്ലാനിങ് നടത്തിക്കൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോ ചെയ്യാൻ എനിക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.